ഹലോ ഗൈസ്, അപ്പോൾ ഇതൊന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇതാ ശോഭയാത്ര വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് പരിപാടിക്ക് പോകാനൊന്നും പറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ 2 പിള്ളേർക്കും നല്ല പനിയായിരുന്നേ, കൂട്ടത്തിലേക്കും പനി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്തിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന്? അതുതന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. കുറേ കാലത്തിന് ശേഷം ഞങ്ങളുടെ ഇവിടെ പരിപാടി ഇതാ പുനരാരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ എൻ്റെ 2 പിള്ളേർക്ക് നല്ല അതിഗംഭീരമായ പനിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാ. എന്നിട്ട് ഞങ്ങളുടെ ശോഭയാത്ര അങ്ങോട്ട് കാണാൻ പോയി. അങ്ങനെ ഇതാ കുഞ്ഞി കൃഷ്ണന്മാരൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞു കേട്ടോ. എന്തൊരു ഭംഗി വെച്ചിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിൻ്റെ ശേഷം ഇതാ ഒരു വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴേക്ക് ശോഭയാത്ര അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം എൻ്റെ പൊന്നിന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അവന് കൃഷ്ണൻ്റെ വേഷം കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ, പക്ഷെ നടന്നില്ല. സാരില്ല, അടുത്ത കൊല്ലം ഉണ്ടല്ലോ, നമുക്ക് അപ്പോൾ നോക്കാം. അപ്പോൾ ഇതാ ശോഭയാത്ര ഇതാ അമ്പലത്തിലെത്തിയിട്ടാണ്. കൊട്ടും മേളവും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ശോഭയാത്ര വന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിക്കണ്ണന്മാരും രാധമാരും എന്ത് ഭംഗിയല്ല അവരെ കാണാനായിട്ട്. ഈ ശോഭയാത്രയിൽ 3 കാവടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കാവടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ നിന്ന് നോക്കി പോകും കേട്ടോ. അങ്ങനെ ഇതാ ശോഭയാത്രയൊക്കെ ഇതാ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ ഒരു ഓരം പിടിച്ചിട്ട് ഞങ്ങളവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളെന്തോ പനി പിടിച്ചിട്ട് ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങളവിടെ നിന്ന് കണ്ടു കേട്ടോ. ഒന്നാമത് ശോഭയാത്ര ഇത്രയും ലേറ്റായിട്ടാണ് അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഡാൻസും കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്രാവശ്യം 2 ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കണ്ടു. എന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ വേഗം പോരുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞിക്കണ്ണന്മാരെ പിടിച്ചിട്ട് അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ കാവടി കണ്ടപ്പോൾ കണ്ണന്മാർ മുഖത്തുനിന്ന് നേരെ കാവടിയിലോട്ടായിട്ട കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക തരം എന്താ പറയുക, ഒരു പണ്ടത്തെ ഓർമ്മയൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് കയറി വരും കേട്ടോ ഈ കാവടിയൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഇതാ കാവടിയുടെ അഴക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇരുട്ടാവണം കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അഴക് കാണുന്നുണ്ടെങ്കിൽ. ശോഭയാത്ര വന്നതോട് കൂടിയിട്ട് പിന്നെ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിട്ടോ. അപ്പോൾ അതാ കാവടിയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുഞ്ഞിക്കണ്ണന്മാരൊക്കെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ, അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിക്കണ്ണൻ കാവടിയൊക്കെ കണ്ടപ്പോൾ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, അതെന്താ സംഭവിച്ചിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഈ ഡാൻസൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറി മേടിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് പിന്നെ ഒരു പച്ചക്കറി കടയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.